ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയുടെ ഫോണിലേക്ക് നേഴ്സ് നിത്യ വിളിക്കുന്നു. അവന്തിക കോൾ എടുത്തിട്ടും നിത്യ പറഞ്ഞു, മേഡം എനിക്ക് ഒരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയെന്നോ? എന്ത് അബദ്ധം എന്ന് അവന്തിക ചോദിച്ചതും നിത്യ നടന്ന സംഭവങ്ങളെല്ലാം അവന്തികയോട് വെളിപ്പെടുത്തുന്നു. ഓപ്പറേഷന് മുമ്പ് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം മേഡം എന്ന് പറഞ്ഞ് നിത്യ ഫോൺ വെച്ചിടും. ആകെ ദേഷ്യത്തോടെ തന്റെ കയ്യിലിരുന്ന ആ ചായക്കപ്പ് നിലത്തേക്ക് വലിച്ചെറിയുന്നു അവന്തിക. കലിയോടെ അവന്തിക തന്റെ ആ പദ്ധതി വിജയിക്കാതെ പോയതിന്റെ നിരാശയിൽ അവന്തിക അങ്ങനെ നിൽക്കുമ്പോൾ ആതിരയ്ക്ക് ഡെലിവറിക്കുള്ള പെയിൻ കലശലാകുന്നു. എല്ലാവരും ആകെ ടെൻഷനോടെ ലേബർ റൂമിന് വാതിൽക്കൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് റൂമിൽ നിന്ന് ആതിരയുടെ ഒപ്പം നിൽക്കുന്ന നേഴ്സുമാർ പലരും വേഗം പുറത്തേക്ക് ഓടുന്നു. ആ കാഴ്ച കണ്ടതും എല്ലാവരും ആകെ ടെൻഷനിലായി. ആതിര ഡെലിവറിക്കായി വല്ലാതെ പെയിൻ എടുത്ത് അതിനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ഡോക്ടേഴ്സിനെ വിളിക്കാനായി നേഴ്സുമാർ പുറത്തേക്ക് ഓടുകയും അവർ ആശങ്കയോടെ അകത്തേക്ക് ഓടിയെത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ആകെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ തന്റെ കയ്യിലിരുന്ന ആ മെഡിസിന്റെ ബോട്ടിൽ പെട്ടെന്ന് അർച്ചന നോക്കി. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അർച്ചന ആലോചിച്ചു. അതിനുശേഷം വേഗം തന്നെ അർച്ചന ആ ബോട്ടിലിന്റെ ഫോട്ടോ തന്റെ മൊബൈലിലേക്ക് പകർത്തുന്നു. അപ്പോഴാണ് സന്ധ്യ ഡോക്ടറെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഡോക്ടറുമായി നന്ദൻ നേരെ വീട്ടിലേക്ക് പുറപ്പെടുന്നത്. അങ്ങോട്ട് പോകുന്ന യാത്രക്കിടയിൽ സന്ധ്യ ഡോക്ടറോട് നന്ദൻ ചോദിച്ചു, അല്ല സന്ധ്യ ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആരാ സഹായത്തിന് എന്ന് ചോദിച്ചതും സന്ധ്യ പറഞ്ഞു, അതിന് പ്രത്യേകിച്ച് സഹായത്തിന് ആരുടെയും ആവശ്യമില്ലല്ലോ, എനിക്ക് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായി, അതുകൊണ്ട് ഇനി ആരും സഹായത്തിന് വേണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, അതൊക്കെ ഇപ്പൊ തോന്നും, പക്ഷെ ഒന്ന് വയ്യാറാകുമ്പോ നമ്മൾ ഓർക്കും ആരെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അത് കേട്ടതും നന്ദന്റെ വാക്കുകൾ കേട്ട് ഉടനെ ചിരിച്ചുകൊണ്ട് സന്ധ്യ പറഞ്ഞു, ആ അങ്ങനെ തോന്നുന്ന സമയത്ത് എന്തിനെ കുറിച്ചെങ്കിലും ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, ആ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിച്ചതാണെന്ന് പറഞ്ഞതും അവൻ ഉടനെ തന്നെ സന്ധ്യ ചോദിച്ചു, അല്ല നന്ദന് അങ്ങനെ എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ കൂടെ ആരെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നന്ദൻ എന്റെ ഒപ്പം നിൽക്കാൻ വല്ല താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടതും നന്ദൻ പറഞ്ഞു, ആ അങ്ങനെ താല്പര്യമില്ലാതെ ഇല്ല, താല്പര്യം ഉണ്ടെങ്കിലും കൂടെ നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന് നന്ദൻ സന്ധ്യയോട് അന്വേഷിച്ചു. സത്യത്തിൽ എനിക്ക് അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്, നടക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെയാണല്ലോ നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് പറയാറുള്ളത് എന്ന് ചോദിച്ചതും എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ നടക്കാതിരിക്കത്തൊന്നുമില്ല എന്ന് സന്ധ്യ പറഞ്ഞതും നന്ദൻ പറഞ്ഞു, ആ എല്ലാം ഒന്ന് ശരിയായിട്ട് വേണം എന്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ, എനിക്ക് ഒരു യാത്ര പോകാനും വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ നന്ദനോട് വേഗം സന്ധ്യ ചോദിച്ചു, യാത്ര പോകാന് അതിന് എന്തിനെല്ലാം ശരിയാകണമെന്ന് ഇത്ര നന്ദൻ ആഗ്രഹം, നന്ദന് താല്പര്യമുണ്ടെങ്കിൽ നന്ദന് പോകുന്നതിന് ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, അതല്ല തനിച്ചു പോകുന്ന കാര്യമല്ല, കൂടെ ആളെ കൂട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, യാത്ര പുറപ്പെടാൻ ഒപ്പമുള്ള ആള് കൂടി അതിന് സമ്മതം അറിയിക്കണ്ടേ, എന്നാലല്ലേ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ചോദിച്ചിട്ടും അതാരാ ഇപ്പൊ അങ്ങനെ നന്ദന് അനുമതി നൽകാത്തെ, നന്ദന്റെ ഒപ്പം വരാൻ കൂട്ടാക്കാത്ത ആൾ ആരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ സന്ധ്യ ഡോക്ടറെ നോക്കി നന്ദൻ പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ട്, ആളോട് ഞാൻ എന്റെ ഇഷ്ടം പറയാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്, പക്ഷെ അത് പറയാനുള്ള പേടി കൊണ്ടാണ് പറയാതിരിക്കുന്നതെന്ന് നന്ദൻ പറഞ്ഞതും സന്ധ്യ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു നോക്കിയാലല്ലേ അയാൾക്ക് ഇഷ്ടമാകുമോ അല്ലയോ എന്ന് അറിയാൻ കഴിയൂ എന്ന് സന്ധ്യ അന്വേഷിച്ചതും നന്ദൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നോക്കാനുള്ള ഭയമുണ്ട്, എന്തായാലും താമസിയാതെ ഞാൻ പറയും അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുള്ളത്, അത് കേട്ട് കഴിയുമ്പോൾ എന്റെ കൂടെ വരാൻ അയാൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യാത്ര ഞാൻ പോകും. അത് കേട്ട ഉടനെ സന്ധ്യ ചോദിച്ചു, അല്ല നന്ദൻ എങ്ങോട്ട് പോകാനാ താല്പര്യം, എവിടേക്ക് പോകാനാ നന്ദൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു, എനിക്ക് കാനഡയിലേക്ക് പോകണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, അവിടുത്തെ CN ടവറിന് മുകളിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം അയാളോടൊപ്പം നിന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞതും സന്ധ്യ അത് കേട്ട് നന്ദനോട് പറഞ്ഞു, നന്ദന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു, ആ പ്രാർത്ഥന ഫലിക്കട്ടെ, എത്രയും വേഗം ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് സംസാരിച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അർച്ചന തന്റെ കയ്യിലിരുന്ന ആ മെഡിസിന്റെ ഫോട്ടോ എടുത്തിട്ട് അത് സന്ധ്യ ഡോക്ടറുടെ വാട്സപ്പിലേക്ക് അയക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ സന്ധ്യ ഡോക്ടറുടെ ഫോണിലേക്ക് അർച്ചന വിളിച്ചു. നന്ദനുമായി സംസാരിക്കുന്നതിനിടയിൽ കോള് വന്നതും വേഗം സന്ധ്യ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് വിളിച്ചതും അർച്ചന പറഞ്ഞു, ഡോക്ടർ ഞാൻ ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ആ മെഡിസിൻ എന്തിനുള്ളതാണെന്ന് ഒന്ന് ഡോക്ടർ നോക്കിയിട്ട് പറയണം എന്നറിയിച്ചു. വേഗം തന്നെ സന്ധ്യ തന്റെ ഫോണിലേക്ക് അയച്ച ആ മെഡിസിൻ എന്താണ് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ആ ഫോട്ടോ കണ്ടതും സന്ധ്യ ഉടനെ തന്നെ അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു. ആ മെഡിസിൻ ഉപയോഗിക്കുന്നത് ചില ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതാണ് ആ മെഡിസിൻ, അതായത്
കുട്ടി മാസം തികയാതെ ഡെലിവറി ആകാൻ പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ളപ്പോ പിന്നെ കുട്ടി ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചുപോയ നോർമൽ ഡെലിവറി പോലെ ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത്. ഇനി അഥവാ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എങ്കിൽ, ജീവനോടെയുള്ള കുട്ടിയാണെങ്കിൽ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആപത്തുണ്ടാകും. അതാണ് ഈ മെഡിസിന്റെ പ്രത്യേകത എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതോടെ അർച്ചന വല്ലാതെ ഞെട്ടുന്നു. അപ്പോഴേക്കും തന്റെ ആതിരയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നു അവന്തികയുടെ ശ്രമമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ അർച്ചന ഞെട്ടലോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ആ കരച്ചിൽ കേട്ടതോടെ അർച്ചനയുടെ മനസ്സിലെ ആശങ്ക ഇല്ലാതാകുന്നു. കുഞ്ഞിനെ ഇല്ലാതാക്കാനായി മനഃപൂർവ്വം അവന്തിക നടത്തിയ ആ ശ്രമം പരാജയപ്പെട്ടു എന്ന് അപ്പോഴേക്കും അർച്ചനയ്ക്ക് ആശ്വാസമായി. കുഞ്ഞ് കരയുന്നത് കേട്ടതോടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ പരസ്പരം നോക്കി. പെട്ടെന്ന് ആ ലേബർ റൂമിന്റെ ഡോറ് തുറന്ന് നേഴ്സ് ഒരു കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഉടനെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നേഴ്സ് പറഞ്ഞു, ആതിര പ്രസവിച്ചു, പെൺകുട്ടിയാണ്. അത് കേട്ടതും അർച്ചന വേഗം അരികിലേക്ക് ഓടിയെത്തി. എല്ലാവരും കുഞ്ഞിനെ കാണാനായി വളരെ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ അർച്ചന തന്റെ കയ്യിലിരുന്ന ആ മൊബൈൽ ഫോൺ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് അർച്ചന വേഗം ചെന്ന് കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് ഏറ്റെടുത്തു. അങ്ങനെ ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അർച്ചന വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഓരോരുത്തരും കുഞ്ഞിന്റെ അരികിൽ വന്ന് കയ്യിലും തലയിലും ഒക്കെയായി കുഞ്ഞിന് ഉമ്മ കൊടുക്കുകയും ആ കുഞ്ഞിനെ താലോലിച്ചുകൊണ്ട് അർച്ചന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അങ്ങനെ നിന്നു. അപ്പോഴാണ് അർച്ചനയുടെ അരികിലേക്ക് അല്പനേരം ആ കൊച്ചിനെ താലോലിച്ച് എല്ലാവരും ആ കുഞ്ഞിനെ നോക്കി സന്തോഷം പങ്കുവെച്ച് അങ്ങനെ നിൽക്കുമ്പോൾ നേഴ്സ് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച് അത് ആതിരയ്ക്ക് പാല് കൊടുക്കാനായി ആതിരയുടെ അരികിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ തന്റെ അനുജത്തിയും താനും ഒരുപോലെ ഒരു കുഞ്ഞിനെ ജന്മം നൽകിയതുപോലെ അർച്ചന സന്തോഷിച്ചു. പിന്നീട് കാണുന്നത് അവന്തിക ധനുഷിനെ കാണാനായി ജയിലിലേക്ക് എത്തി. അവിടെ നിൽക്കുന്ന അവന്തികയെ കണ്ടതും ധനുഷ് വളരെ കലിയോടെ അവന്തികയെ നോക്കി. ഉടനെ തന്നെ അവന്തിക ചോദിച്ചു, നിന്റെ ഈ നോട്ടം കണ്ടാൽ ഞാനാ നിന്നെ പിടിച്ച് ജയിലിട്ടെന്ന് തോന്നുമല്ലോ എന്ന് അവന്തിക അന്വേഷിച്ചതും ഉടനെ ധനുഷ് ചോദിച്ചു, അതെ, എന്തിനാ നീ ഞാനും ആ മിന്നൽ ബിജുവും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ എടുത്തത്, ആ വീഡിയോ നീ എന്തിനാ എടുത്തത് എന്ന് ചോദിച്ചതും അവന്തിക ചോദിച്ചു, ഓ അത് ശരി, അപ്പോ നീ അങ്ങനെയാ ധരിച്ചിരിക്കുന്നത് ഞാൻ ആ വീഡിയോ എടുത്തെന്ന്. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ലോ, എത്രയോ വീഡിയോകൾ എനിക്ക് എടുക്കാമായിരുന്നു, എന്നിട്ട് ഞാൻ അതൊന്നും എടുത്തില്ലല്ലോ. അപ്പോ നീ ആ തെറ്റിദ്ധാരണയിലാണല്ലേ. സത്യത്തിൽ നമ്മളെ ഫോളോ ചെയ്ത് അർച്ചന ആരെയോ അയച്ചിരുന്നു, അതുകൊണ്ടാണ് അന്ന് ആ വീഡിയോ എടുത്തതും. പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സച്ചിയെ പിന്നെ എങ്ങനെയാണ് അർച്ചന അവിടെ വന്ന് രക്ഷിച്ചത്? സച്ചിയെ പാർപ്പിച്ച താവളം പിന്നെ എങ്ങനെയാണ് അർച്ചന കണ്ടെത്തിയത്? അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നീ എന്നെ വെറുതെ സംശയിക്കേണ്ടതില്ല. അല്ലെങ്കിൽ നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞതാണല്ലോ, വന്ന കാര്യം സാധിച്ചിട്ട് വേഗം മടങ്ങിപ്പോകാൻ. പക്ഷെ നിനക്കപ്പോ കല്യാണം നടത്തണം, അതിന് നീ സമ്മതിച്ചില്ല. നിനക്കപ്പോ കല്യാണം കഴിച്ച് അവിടെ നിൽക്കണം, അതായിരുന്നു നിന്റെ നീക്കങ്ങൾ. അതുകൊണ്ടല്ല ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് ചോദിച്ചതും ഉടനെ തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടലോടെ ധനുഷ് നിന്നു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എന്നാലേ ഒരു കാര്യം നീ ഓർത്തോ, നീ ഇങ്ങനെ നിന്നത് ആ അർച്ചനയെ കൊന്നിട്ടായിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. പക്ഷെ ഇന്ന് നമുക്കുണ്ടാകുന്ന വലിയൊരു തോൽവിയാണ്. ആതിര അവളുടെ അനുജത്തി പ്രസവിച്ചു, ആ കുഞ്ഞിനെ അവൾ ജന്മം നൽകി. എന്നാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആ സർവ്വ സ്വത്തുക്കൾക്കും നെല്ലിശ്ശേരിയിലെ എല്ലാ സ്വത്തിന്റെയും അവകാശിക്ക്, അനന്തരാവകാശിക്ക് ആതിര ജന്മം നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ ധനുഷ് അവന്തികയെ നോക്കി. അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്തായാലും ഒരു കാര്യം നീ ചെയ്യണം. അത് കേട്ട ഉടനെ അവന്തിക പറഞ്ഞു, അതെ, നീ ഇനി 14 ദിവസം കഴിയുമ്പോ നിന്നെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ നിന്നെ വാദിച്ച് പുറത്തിറക്കാൻ പറ്റുന്ന, ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലിനെ കൊണ്ട് നിന്നെ ഞാൻ അവിടെ നിന്ന് പുറത്തിറക്കും, ഈ ജയിലിൽ നിന്ന് എന്നറിയിച്ചതും ധനുഷ് പറഞ്ഞു, നീ ആ നന്ദനോട് ഇവിടെ വരെ വരാൻ പറയണം, ആ നന്ദനെ എനിക്ക് കാണണം എന്ന് ധനുഷ് അറിയിച്ചു. അത് കേട്ടതും അവന്തിക ചോദിച്ചു, അത് ശരി, ഞാൻ ആ നന്ദനോട് ചെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവൻ ഇങ്ങോട്ട് വരുമല്ലോ? അല്ല, നിന്റെ ഉദ്ദേശം എന്താ? അവനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതെല്ലാം ചെയ്ത് നീയല്ലെന്നും നിനക്കെല്ലാം അബദ്ധം പറ്റിയതാണെന്നും നിന്റെ പേരുൾപ്പെടെ നിന്റെ അച്ഛനമ്മമാർ വരെ വ്യാജമായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും നീ അവരുടെ മുന്നിൽ നാടകം കളിക്കാനാണോ പോകുന്നത്? നിന്നെ ഈ വലകൾക്ക് ഇപ്പുറത്തായിട്ടായതുകൊണ്ട് അവര് നിങ്ങളെ ഒന്നും ചെയ്തില്ലായിരിക്കും. പക്ഷേ അല്ലാതെ നിന്റെ കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും പറയാനാവില്ല എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു, നന്ദനെ നീ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. അയാളോട് പറയേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ഇത്രയും വർഷക്കാലം അയാളെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിട്ടും
നിന്നോട് അയാൾ ക്ഷമിച്ചു. അങ്ങനെയുള്ളപ്പോ അയാൾ ഒരു മണ്ടനാണെന്ന കാര്യത്തിൽ എന്താണ് സംശയമുള്ളത്? അങ്ങനെ ഒരു മണ്ടനെ ഇനിയും തിരുമണ്ടനാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അയാളോട് വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചോളും. വീണ്ടും അയാൾ എന്നെ വിശ്വസിച്ചു തുടങ്ങും. ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്റെ മേൽ ഇത് അടിച്ചേൽപ്പിച്ചതാണോ എന്ന് പോലും അയാൾ സംശയിച്ചോളും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അയാളെ ഞാൻ എത്തിച്ചോളാം എന്ന് പറഞ്ഞതും അവന്തിക ചോദിച്ചു, ഞാനപ്പോ എന്താ ചെന്ന് പറയേണ്ടത്? നിന്നെ ചെന്ന് ജയിലിൽ വന്ന് കാണണമെന്നോ? അത് കേട്ടാ മതി, ഞാനും നീയും തമ്മിലുള്ള ബന്ധം അതോടെ അവർക്ക് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു, അങ്ങനെ പറയണ്ട നീ നന്ദന്റെ അരികിലേക്ക് ഞാൻ അയാളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം എന്റെ ഒരു സുഹൃത്ത് അറിയിക്കുന്നത് പോലെ അയാളുടെ മുന്നിലേക്ക് നീ ആരെങ്കിലും ഒന്ന് പറഞ്ഞയച്ചാൽ മതി. അത് വേണ്ട രീതിയിൽ ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. അയാൾ ഇവിടെ വരെ ഒന്ന് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം സ്നേഹത്തിന്റെ രീതിയിലായിരുന്നു ഞാൻ ഇതുവരെ എല്ലാ കാര്യങ്ങളും നേടാൻ ശ്രമിച്ചത്. എന്നാൽ ഇനി അങ്ങനെയല്ല, ചതിയിലൂടെ മാത്രമേ ഇനി ആ നന്ദനെ വീഴ്ത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നന്ദൻ എന്നും നമുക്കൊപ്പം ഉണ്ടാകണം. അയാളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തണം. അതാണ് വേണ്ടത് എന്ന് അവന്തികയെ ധനുഷ് ഉപദേശിച്ചു. പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിൽ ആതിരയുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ ഇരിക്കുമ്പോ ആതിര അർച്ചനയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ അവളെ എപ്പോഴും കയ്യിലെടുത്ത് ഇങ്ങനെ ചൂട് കൊടുത്തുകൊണ്ടിരുന്നാലുണ്ടല്ലോ അവള് നിലത്ത് കിടക്കാതെയാകും എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അതിനെന്താ, എപ്പോഴും ഈ വല്യമ്മ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നോളാം. ഇതേ എന്റെ ചക്കര വാവയാ, എന്റെ പൊന്നുമുത്ത് എന്നൊക്കെ പറഞ്ഞത് അതെങ്ങനെ ശരിയാകും എന്ന് പെട്ടെന്ന് അവന്തിക ചോദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കേട്ട് അർച്ചന അവന്തികയെ കണ്ടതോടെ ദേഷ്യത്തോടെ നോക്കി. അവന്തിക കുഞ്ഞിനുള്ള ഡ്രസ്സും പാവയും ഒക്കെ ആയിട്ട് അവിടേക്ക് വന്നതും അർച്ചനയോട് അവന്തിക പറഞ്ഞു, അതെ കുഞ്ഞിനെ ഇങ്ങനെ നീ വല്യമ്മയാകുമ്പോ അപ്പൊ ഞാൻ ആരായിരിക്കും? ഞാനല്ലേ വല്യമ്മ ശരിക്കും? എന്നാ ശരി, ഞാൻ മൂത്ത വല്യമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ആ വല്യമ്മയുടെ കുഞ്ഞാവിങ്ങി വന്നേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആതിരയുടെ അരികിലേക്ക് കുഞ്ഞുമായിട്ട് അവന്തിക വന്നു. സന്ദീപിന്റെ അതേ മുഖവും മൂക്കും ഒക്കെയാ എന്ന് പറഞ്ഞ് ആതിരയുടെ അരികിലെത്തി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് നിന്നു. അതെ, എല്ലാ അമ്മയെ പോലെ തന്നെ അതേ അവകാശമുള്ള മൂത്ത വല്യമ്മയാ ഈ ഇരിക്കുന്നത് കേട്ടോ. അല്ല, റിലേറ്റീവ്സ് ഒക്കെ വന്നോ അതിരെ എന്ന് ചോദിച്ചിട്ടും കുറച്ചു പേരൊക്കെ വന്നു എന്ന് പറഞ്ഞു. വരുന്ന എല്ലാവരുടെയും കയ്യിൽ കുഞ്ഞിനെ കൊടുക്കരുത് കേട്ടോ. അറിയാവല്ലോ ഇപ്പോ എന്തെല്ലാം രോഗങ്ങളാ പടർന്നു പിടിക്കുന്നതെന്ന്. പിഞ്ചു കുഞ്ഞല്ലേ, അതുകൊണ്ട് അധിക നേരമൊന്നും ആരുടെയും കയ്യിൽ കൊടുക്കണ്ട. വെറുതെക്കാരുടെ ആരുടെയും കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കരുത് കേട്ടോ എന്ന് അവന്തിക കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിക്കുമ്പോ ആതിരയെ ഉപദേശം എന്നോണം പറയുന്നത് കേട്ട് അതൊക്കെ കേട്ട് ദേഷ്യത്തോടെ തന്റെ ആതിരയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവന്തിക കുഞ്ഞിനെ കയ്യിലെടുത്തതിന്റെ കലിപ്പിൽ അർച്ചന കലിയോടെ ഇരിക്കുന്നു.